ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞിനെ ഒരു നോക്കൊന്ന് കാണാൻ പോലും ആഗ്രഹിക്കാതെ ഇരിക്കുകയാണ് സ്വന്തം അമ്മ വീണ തന്നെ. എന്നാൽ കുഞ്ഞിനെ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അത് ആലീസിനും ബെന്നിക്കും കൈമാറുകയാണ് ഹരി. കുഞ്ഞിനെ കൈമാറാൻ നേരം കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ചുംബിക്കുകയാണ് ഹരി. ആലീസ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിക്കുന്നു. ഇതൊന്നും കണ്ട് സഹിക്കാനാകാതെ ദേഷ്യത്തോടെ ഇപ്പോൾ സ്വന്തം അച്ഛൻ തന്നെ രാധാകൃഷ്ണൻ വീണയുടെ അരികിലേക്ക് വന്ന് വീണയെ ശപിക്കുകയാണ്. മാതൃത്വം എന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞ് കുറെ ശാപവാക്കുകളും പറഞ്ഞിങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് അദ്ദേഹം. ബെനിച്ച, ഇത് കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഇട്ട് കൊടുക്കണം, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഗോൾഡിന്റെ ഒരു വളയും മാലയും വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ ഹരി. അതിപ്പോൾ ബെനിച്ചിന്റെ കയ്യിൽ കൊടുക്കുന്നു. കരഞ്ഞുകൊണ്ട് ഹരി പറയുന്നു, ഒരു കുറവും നിങ്ങൾ വരുത്തില്ല എന്ന് എനിക്കറിയാം. അമ്മയുടെ ചൂടും സാമീപ്യം എന്തെങ്കിലും എപ്പോഴെങ്കിലും കുഞ്ഞിന് ആവശ്യമുണ്ട് എന്നറിഞ്ഞാൽ കുഞ്ഞുമായി വീണയുടെ അരികിലേക്ക് വരാമെന്നും ഹരി അവരോട് പറയുന്നു. ആരും തടയില്ല, കേട്ടല്ലോ എന്നൊക്കെ ഹരി പറയുന്നു. അത്രയും പറഞ്ഞു പോയ ഹരി പിന്നെയും ഒന്നുകൂടി ബെനിച്ചിന്റെ അരികിലേക്ക് വന്ന് പറയുന്നു, ബെനിച്ച, ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇവൾക്ക് ഇവളുടെ അമ്മൂമ്മയുടെ പേരിടണം. വീട്ടിൽ വിളിക്കാനെങ്കിലും. ആ തകർന്ന് കിടക്കുന്ന മനുഷ്യൻ സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി കരുതി വെച്ച പേരാണ്. അതെങ്കിലും നടന്നോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം, വന്നിട്ടേ പോകാവുള്ളേ എന്ന് പറഞ്ഞ ഹരി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതും പെട്ടെന്ന് തന്നെ. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിലാണ് ആലീസും ബെനിയും. വീണ കിടക്കുന്ന ആ ഭാഗത്തേക്ക് വന്നിട്ട് പൊട്ടിക്കരയുകയാണ് ഹരി. കുഞ്ഞിന്റെ മുഖം, കുഞ്ഞിനെ സ്പർശിച്ചതും എല്ലാം ഓർത്ത് ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് ഹരി. എന്നിട്ട് കുഞ്ഞിന് വേണ്ടി ഹരി വാങ്ങിച്ചു വെച്ച കുറച്ച് പുത്തൻ ഉടുപ്പുകളും പുത്തൻ കളിപ്പാട്ടങ്ങളും എല്ലാം എടുത്ത് അതിൽ നോക്കി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് ഹരി. ഹരിയുടെ പിന്നിൽ സംയുക്ത എത്തി. സംയുക്ത ഹരിയുടെ തോളിൽ ഇങ്ങനെ പിടിക്കുന്നു, അതും സങ്കടത്തോടെ. അത് തട്ടി മാറ്റിയിട്ട് ഹരി അതെല്ലാം കവറിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ആ കവർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ഹരി. ഇത് കണ്ടിട്ട് സംയുക്തയ്ക്ക് പോലും സങ്കടം വരുന്നുണ്ട്. പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഹരി. ഹരി അവിടേക്ക് ഓടിയെത്തിയിട്ട് ആ കിറ്റുകളെല്ലാം കാണിച്ചിട്ട് പറയുന്നു, ഞാൻ ഇതൊക്കെ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്, ഇതും കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അതൊക്കെ ബെനീച്ചിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊക്കെ കണ്ട് പുച്ഛത്തോടെ ഇരിക്കുകയാണ് വീണ. കൊണ്ടുപോയിക്കോളൂ എന്ന് വളരെ സങ്കടത്തോടെ ഹരി അവരോട് പറയുന്നു. നിക്ക്, അല്ലെങ്കിൽ ആദ്യം ഞങ്ങൾ പോയിക്കോളാം, അത് കഴിഞ്ഞ് നിങ്ങൾ പോയാൽ മതിയെന്നും ഹരി അവരോട് പറയുന്നു. കാരണം കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാൻ സഹിക്കാൻ വയ്യാതെയാണ് ഹരി അവരോട് അങ്ങനെ പറഞ്ഞത്. ഹരി പോകാൻ നേരം ബെന്നിച്ചൻ പിറകിലേക്ക് വന്ന് വിളിക്കുന്നു. ബെന്നിച്ചൻ ഹരിയോട് പറയുന്നു, ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല ഹരി, കൊണ്ടുപോയാൽ ഞങ്ങൾ എന്നും വാടകക്കാരാവും. ഇത് ഹരിയുടെ കുഞ്ഞാണ്. ഹരി ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞില്ലാത്ത ദുർവിധി കർത്താവ് ഞങ്ങൾക്ക് വിധിച്ചതാണ്. ആ കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്താൽ കർത്താവ് ഞങ്ങളോട് പൊറുക്കില്ല എന്ന് ആലീസും പറയുന്നു. വീണയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ആ എഗ്രിമെന്റ് മതി, പക്ഷേ ഹരിയുടെ കുഞ്ഞിനെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ലാണ്ടായിരിക്കണം. ഞങ്ങളുടെ അവകാശവാദമൊക്കെ ഇവിടെ തീരുകയാണ്. വീണയ്ക്ക് ഞങ്ങൾ കൊടുത്ത പണം ഞങ്ങൾക്ക് തിരിച്ചു വേണ്ട, അത് ഈ കുഞ്ഞിനുള്ള ഞങ്ങളുടെ സമ്മാനമാണെന്നും അയാൾ പറയുന്നു. ബെന്നിച്ചൻ പറയുന്നു, ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വരും, ഹരിയുടെ കുഞ്ഞിനെ. ഞങ്ങൾ ഈ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയെല്ലാം ഫലിക്കും, കാരണം അവരുടെ അച്ഛന്റെ കയ്യിലേക്കാണല്ലോ തരുന്നത്. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഹരി അവരുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നു. ബെന്നിച്ച, കച്ചവടക്കാരൻ എന്ന് വിളിച്ച് മനസ്സുകൊണ്ട് നിങ്ങൾ ഞാൻ ശപിച്ചതാണ്, പക്ഷേ ദൈവത്തിന്റെ അവതാരങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ സാധിക്കൂ. ഇതൊന്നും വീണയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആലീസ് കുഞ്ഞിനെ ഹരിക്ക് തന്നെ തിരികെ കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ ഹരി ഏറ്റുവാങ്ങിക്കുന്നുണ്ട്. കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ഹരി കുഞ്ഞിനെ ഒരു ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട്. ആലീസിനെയും കൊണ്ട് ബെന്നിച്ചൻ അവിടെ നിന്ന് പോകുന്നു. ഭാഗ്യം ചെയ്ത മോളാണ് എൻ്റെ പൊന്നുമോള് എന്നൊക്കെ ഹരി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മനുവും ജ്യോതിയും തമ്മിൽ കാണുകയാണിപ്പോൾ. ഇതെന്താ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത് എന്നൊക്കെ മനു, കാണാതിരിക്കാൻ പറ്റണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചാടിപ്പോകുന്നത് എന്ന് ജ്യോതി പറയുന്നു. അവിടെ ആരും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഏട്ടനും നിത്യേച്ചിയുടെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്, അതാണ് ഞാൻ ഇറങ്ങിയത് എന്നൊക്കെ ജ്യോതിയും പറയുന്നു. ഏട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് മനു. ഏട്ടൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും കൂടിക്കൊഴിഞ്ഞ് കിടക്കുകയല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് നിത്യേച്ചി കാണാൻ ഒരു പേടിയെന്ന് മനു പറയുമ്പോൾ, പേടിക്കേണ്ട, നിത്യേച്ചി ഒരു പാവമാണ്, നിത്യേച്ചി നമ്മുടെ കൂടെ നിൽക്കും, എനിക്ക് ഉറപ്പാണ് എന്ന് ജ്യോതി പറയുന്നു. ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല എന്നൊക്കെ മനു പറയുമ്പോൾ ജ്യോതി പറയുന്നു, ആരറിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കും മനുവിന് ഇഷ്ടമാണ്, അവര് എൻ്റെ ഇഷ്ടം നടത്തി തരും, അത് എനിക്ക് ഉറപ്പാണ്. ഇത് പറയുമ്പോൾ മനു ജ്യോതിയുടെ കയ്യിലേക്ക് പിടിച്ചു. ഇവിടെയെങ്ങും ആരും വരാറില്ലല്ലോ എന്നൊക്കെ ജ്യോതി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് എന്നും കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജ്യോതി പറയുമ്പോൾ, എന്തിനാണെന്ന് മനു ചോദിക്കുന്നു. അറിഞ്ഞൂടെ എന്ന് നാണത്തോടെ ചോദിക്കുകയാണ്
ജ്യോതി രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നു. ഇതിനാണെന്ന് ജ്യോതി പറയുന്നു. ആ സമയത്താണ് മനുവിന്റെ ആ ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ടിട്ട് ആ ഫ്രണ്ടിന് ഒട്ടും സഹിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അയാളുടെ ഫോൺ എടുത്തിട്ട് ഈ ദൃശ്യം ക്യാമറയിൽ പകർത്തി. ഐ ലവ് യു മനു എന്ന് മനുവിന്റെ ചെവിയിൽ ജ്യോതിയും ജ്യോതിയുടെ ചെവിയിൽ മനുവും തിരിച്ച് ഐ ലവ് യു പറയുന്നു. എന്നാൽ ക്യാമറയിൽ 2-3 ഫോട്ടോ എടുക്കുകയാണ് അയാൾ. മനു ഞാനെന്നാൽ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ എന്നിട്ട് തിരിച്ചു നോക്കുമ്പോൾ അയാൾ അവിടെ നിൽക്കുന്നത് കാണും. അയാളെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജ്യോതി. മനു നിങ്ങൾ എപ്പോഴാണ് ഇവിടേക്ക് വന്നത് എന്ന് ആ പയ്യൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് മനു. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആരോ ഒരുത്തൻ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത് പോലെ തോന്നിയെന്ന് അയാൾ. ആരോ മനു എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് ജ്യോതി ചോദിക്കുന്നു. താൻ ഇപ്പൊ ഒരു കുഴപ്പം ഉണ്ടാകില്ല പോ എന്ന് പറഞ്ഞ് മനു ജ്യോതിയെ പറഞ്ഞു വിട്ടു. എടാ കുഴപ്പമാകുമോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു എല്ലാം ഞരമ്പ് രോഗികളായിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാമെന്നും ആ പയ്യൻ പറയുന്നു. ശേഷം കാണിക്കുന്നത് സുജാതയുടെ വീട്ടിലേക്ക് അഭിലാഷ് എന്നൊരു പയ്യനെ കൊണ്ടുവന്നിരിക്കുകയാണ്. സുജാത അച്ഛൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. തൊട്ടരികിൽ തന്നെയുണ്ട് നിത്യയും. നിത്യ ടെൻഷനോടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ നിത്യന് വരുമെന്നും പറയുന്നു. ട്രീറ്റ്മെന്റോ എന്തിനെന്ന് സദാനന്ദൻ. ഇദ്ദേഹം ആയുർവേദ കോളേജിലെ സ്റ്റാഫായിരുന്നു. എന്തായാലും സദാനന്ദേട്ടൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആകാം. ശരീരമൊന്ന് നേരെയാവട്ടെ എന്ന് സുജാത. എന്തിനാ സുജാത ഇതൊക്കെ? എന്റെ ശരീരം നേരെയാക്കിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് സദാനന്ദൻ. ഒരു 10-15 ദിവസം ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കാലോ എന്നൊക്കെ സുജാത. പലരും തിരക്ക് കാരണം ഇത്തരം ചികിത്സയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ചികിത്സ ചെയ്ത് ഭക്ഷണം കഴിച്ച് പൂർണ്ണമായി റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഈ സമയത്താണ് ജീവൻ അവിടേക്ക് ഇറങ്ങി വരുന്നതും ടെൻഷനോടെ ജീവനെ നോക്കുകയും ചെയ്യുന്നുണ്ട് നിത്യ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.